ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഭാഗ്യശ്രീ വന്നിട്ട് മിത്രയോടായിട്ട് സംസാരിക്കാട്ടോ ചെയ്യുന്നത്. അമ്മയുടെ ഇനി ഈ പ്ലാനിങ് ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഏട്ടൻ എല്ലാ വിവരവും അറിഞ്ഞു. ഏട്ടൻ അറിഞ്ഞിട്ടില്ലെങ്കിലും ഇനി അറിയേണ്ടവരെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും തന്നെ ഏട്ടനെ നിങ്ങളുടെ വലയിൽ അകപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ട എന്നൊക്കെ വെട്ടി തുറന്ന് പറയാട്ടോ. ഇനി നിങ്ങളുടെ ഈ ചതിയൊന്നും ഒരിക്കലും നടക്കില്ല. കണ്ടോ, നിങ്ങൾ ഇനി നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത് കാണാലോ. ഏട്ടനും കൂടെ നിങ്ങളെതിരെ തിരിയും ഇപ്പം അടുത്ത് എന്ന രീതിയിലൊക്കെ ഭാഗ്യശ്രീ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും കാണിക്കുന്നത് ബലരാമനെയാണ്. ബലരാമനും അതുപോലെ സഹദേവനെയും കാണിക്കുന്നു കേട്ടോ. സഹദേവനാണെങ്കിലോ ബലരാമനെ പുറത്തിറങ്ങാനായല്ലോ. ആ സമയത്ത് തന്നെയാണ് ഓരോ കാര്യങ്ങൾ യേശിനി പറഞ്ഞു കൂട്ടുക കേട്ടോ ചെയ്യുന്നത്, സാഗറിനെയും സുജുവിനെയും കുറിച്ചൊക്കെ. പക്ഷെ അതൊന്നും സഹിക്കാൻ നമ്മുടെ ബലരാമന് സാധിക്കുന്നില്ല. അങ്ങനെ ഒരുമാതിരി എന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിക്കുകട്ടോ ചെയ്യുന്നത് സഹദേവനെ. പിന്നീട് കാണിക്കുന്നത് മാനസയാണ്. മാനസയോട് ആൻറ്റിയമ്മ സംസാരിക്കുന്നുണ്ട്. നീ അവനോട് ഇടയ്ക്ക് ക്യാബിനിൽ ചെന്നിട്ട് ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നോ, അല്ലെങ്കിൽ അവൻ നിൻ്റെ കൈ വിട്ട് പോകും. ഇപ്പം അവൻ ചിലപ്പോൾ നിൻ്റെ അരികിലേക്കൊന്ന് ചാഞ്ഞ മട്ടിലാണ് ഞാൻ കാണുന്നത്. അത് വിട്ടുകൊടുക്കരുത്. ഈ ഒരു അവസരം നീ എപ്പോഴും പാഴാക്കാൻ നിൽക്കണ്ട മാനസേ. നീ ചെല്ല്, അവൻ്റെ ക്യാബിൽ പോയിട്ടൊന്ന് മിണ്ടിയും പറഞ്ഞിരിക്കടി, ചെല്ലടി എന്ന് പറഞ്ഞിട്ട് അവളെ ഒന്ന് തള്ളി വിടുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ കൃഷി ക്യാബിലുണ്ട്. അതിനുശേഷം തന്നെ മാനസ് അങ്ങോട്ട് ചെന്നിട്ട് അവനോട് സ്നേഹത്തോടുകൂടി സംസാരിക്കാനൊക്കെ നോക്കുന്നു. ആ സമയം കൺമണി അവിടെ ഉണ്ട് കേട്ടോ. കൺമണിയാണെങ്കിലോ ദേവ്ജിയുടെയും അതുപോലെ തന്നെ ആ ലാലിയുടെയൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാം അറിഞ്ഞിട്ട് ആകെ ഷോക്കായിട്ട് പിന്നെ ഇവരെല്ലാം തന്നെ അറിഞ്ഞല്ലോ. ഇനി കുറച്ച് സമാധാനമുണ്ട് കൺമണിക്ക്. എന്നാലും വലിയൊരു ഭാരമാണ് നെഞ്ചിലേറ്റി വെച്ചിരിക്കുന്നത്. അത് അറിഞ്ഞിട്ട് കൺമണി വരിക കേട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെയാണ് മാനസയും കൃഷും അങ്ങോട്ട് നിൽക്കുന്നത്. കൺമണി ഇത്രയും നേരം എവിടെയാണെന്നുള്ള ദേഷ്യത്തിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ് അവിടെ ഇരിക്കുന്നത്. അപ്പോഴത്തേന് ആ ദേഷ്യമൊക്കെ മാനസയോട് ചെന്ന് തീർക്കുന്നുണ്ട്. അതിന് ശേഷം തന്നെ പിന്നീട് മാനസ പോകുന്നു കേട്ടോ. പിന്നീട് കൺമണിയെ വിളിക്കുക കേട്ടോ. കൃഷ്, നീ എവിടെയായിരുന്നു കൺമണി ഇത്രയും നേരം? നീ എത്ര നേരമായി ഞാനിവിടെ തിരക്കുന്നു. നീയും മഹിബാലും അതുപോലെ ദേവിജിയും കുറച്ച് സമയത്തിന് ഇവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എന്താ പറ്റിയത്? പിന്നെ എന്ത് ചോദിച്ചാലും ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. എന്താ നിനക്ക് പറയാനുള്ളത് എന്ന രീതിയിൽ പറയുന്നു. എനിക്കൊന്നും പറയാനില്ല സർ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് നിന്നെ ഇപ്പോൾ കാണണമെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണിൻ്റെ അച്ഛനും അതുപോലെ തന്നെ ആ അനിരുദ്ധൻ സാറൊക്കെ ഉണ്ട് കേട്ടോ. അനിരുദ്ധനോട് കാര്യങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വരുണ് മാത്രമല്ല, ഈ കരീം സാഹിബ് പറഞ്ഞ ഒരാളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ വീടും സ്ഥലവും ഞാൻ ഒരിക്കലും വിൽക്കാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ അയാൾ ആരോ ഭീഷണിപ്പെടുത്തിയിട്ട് എന്നിൽ നിന്ന് ആ സ്ഥലം കൈപ്പറ്റാനായിട്ട് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിനെതിരെ ഒരു കേസ് എടുക്കണം സാർ എന്നൊക്കെ പറയുന്നു. അവൻ ആരാണെങ്കിലും ഞാൻ അവനെ ചവിട്ടിക്കൂട്ടെന്ന് പറഞ്ഞ് അനിരുദ്ധൻ നിൽക്കുന്ന സമയത്താണ് കരീം സാഹിബ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. ആഹാ, നല്ല കാര്യമായല്ലോ. നമ്മൾ ബലിപെരുന്നാളും വെള്ളിയാഴ്ചയൊക്കെ ഒരുമിച്ച് വന്ന പോലെയാണ്. എല്ലാവരും ഉണ്ടല്ലോ കാണാൻ ആഗ്രഹിച്ച എല്ലാവരും ഇവിടെ നിരയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. എന്താ, ഞാൻ തന്നെയാണ് കരീം സാഹിബ് എന്ന് പറയുന്നു. നിൻ്റെ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല അനിരുദ്ധൻ സാഹിബിനോട് പറയുമ്പോൾ. എനിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല, എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ നിനക്ക് അറിയുമെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ അനിരുദ്ധനൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. ഇരിക്കട്ടെ അവിടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും വിറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ആ സാഹിബ്. അതിനുശേഷം തന്നെ വരുണിനോട് പറയുന്നുണ്ട്, ആ വീടും സ്ഥലം എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഈ ബെഡിൽ നിന്ന് ഇനി ഒരിക്കലും നീ എണീക്കലേ ഉണ്ടാവില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നല്ല രീതിക്കാണെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കൺമണിയെ അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണ കേട്ടോ. കൺമണിയോട് പറയുന്നുണ്ട്, നീ ഇത്രയും സമയം എവിടെയായിരുന്നു കൺമണി? നിന്നെ കാണാൻ തന്നെ കിട്ടിയില്ല. എനിക്ക് അതുകൊണ്ടല്ലേ ദേഷ്യം വന്നത്. നിനക്കെന്താ എന്നോട് പറഞ്ഞിട്ട് എങ്ങോട്ടേലും പോയാലും പോരെ? സർ, ഞാൻ ആ സ്റ്റാഫിൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അവളുടെ വുഡ് ബി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളുടെ അടുത്തേക്ക് പോയതെന്ന രീതിയിലൊക്കെ കള്ളം പറയാതെ ചെയ്യുന്നത്. ഓ, അതാണോ കാര്യം? എനിക്ക് സോറി കൺമണി. എങ്ങോട്ട് പോവുകയാണെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിട്ട് പോരണേ, അല്ലെങ്കിൽ എനിക്ക് ആകെ ടെൻഷനായിട്ട് വിഷമാവെന്ന് പറയുന്നു. ഇനി ഞാൻ സാറിനോട് പറയാതെ എങ്ങോട്ടും പോവില്ല സാർ എന്നൊക്കെ പറഞ്ഞ് കൺമണിയും കൃഷ്ണനും അനുകൂലമായിട്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. കൺമണിക്ക് വേറൊന്നും തുറന്ന് പറയാൻ ഇപ്പോൾ സാഹചര്യത്തിൽ പറ്റില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ കഴിയുന്നത്. നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് ഇന്ന് കാണാം കേട്ടോ.